നമസ്കാരം. ഡി ജി പി മുൻ ഡി ജി പി അകത്താക്കാൻ രംഗത്ത്. പ്രഭാട ചന്ദ്രശേഖർ നേരിട്ടിറങ്ങി പ്രതിയെ തപ്പി. വട്ടിയൂർക്കാവിലെ പോടാ പുല്ലേ വിളിയിൽ പോലീസ് തലപ്പത്ത് അതൃപ്തി വല്ലാതങ്ങ് പുകയുന്നുണ്ട്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെ മുൻ ഡി ജി പി ആർ ശ്രീലേഖ നടത്തിയ വിവാദപരമായിട്ടുള്ള മുദ്രാവാക്യം വിളിയെ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള പ്രഭാട ചന്ദ്രശേഖർ നേരിട്ട് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. സേനയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായി മാത്രം സംഭവിക്കാവുന്ന വിധം വിരമിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥയുടെ നിലപാടിനെ നിലവിലെ പോലീസ് മേധാവി പരസ്യമായി വിമർശിച്ചിരിക്കുന്നു. ഡി ജി പി മുൻ ഡി ജി പിയെ അകത്താക്കാൻ രംഗത്തെത്തിയിരിക്കുന്നു. ആർ ശ്രീലേഖ കേരള പോലീസിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു. സേനയെ നയിച്ചവർ വിരമിച്ച ശേഷവും സഹപ്രവർത്തകരോടും സംവിധാനത്തോടും കുറച്ചുകൂടി അനുഭാവപൂർണമായിട്ടുള്ള സമീപനം പുലർത്തണമെന്നായിരുന്നു ഡി ജി പിയുടെ പ്രധാന വിമർശനം. പോടാ പോലെ പോലീസെ എന്ന അധിക്ഷേപകരമായിട്ടുള്ള മുദ്രാവാക്യം വിളി സേനയുടെ മനോവീര്യത്തെ ബാധിക്കുമെന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നവർ ഇത്തരത്തിൽ പെരുമാറുന്നത് ശരിയല്ലെന്നും പ്രഭാട ചന്ദ്രശേഖർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശ്രീലേഖയെ പ്രതി ചേർത്ത നടപടിയെ പരോക്ഷമായി പിന്തുണച്ച ഡി ജി പി അവർക്കെതിരെയുള്ള കേസ് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും വ്യക്തമാക്കുകയാണ്. പ്രഭാട ചന്ദ്രശേഖർ നേരിട്ടിറങ്ങിയാണ് പ്രതിയെ തപ്പുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ IPSന്റെ അസോസിയേഷനിലുമൊക്കെ ഇത്തരത്തിലുള്ള അമർഷം വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി എന്ന പദവി അലങ്കരിച്ച ഒരാളിൽ നിന്ന് ഇത്തരം ഒരു പരാമർശം പ്രതീക്ഷിച്ചതല്ല എന്നാണ് IPS അസോസിയേഷന്റെ നിലപാട് പോലും. വിരമിച്ച ഡി ജി പിമാരായിട്ടുള്ള TP സെൻകുമാറും ആർ ശ്രീലേഖയും ഒരേപോലെ പോലീസിനെതിരെ തിരിയുന്നത് ഗൗരവകരമാണ് എന്ന് സംഘടന വിലയിരുത്തുകയാണ്. തുടക്കത്തിൽ ശ്രീലേഖയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ പോലീസ് മടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ വിരമിച്ചവരുടെ വാക്ക് കേട്ടാണോ പോലീസ് പ്രവർത്തിക്കുന്നത് എന്ന VK പ്രശാന്ത് MLA പരസ്യമായിട്ടുള്ള ചോദ്യവും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കടുത്ത സമ്മർദ്ദവുമാണ് ഡി ജി പിയെയും പോലീസിനെയും കർശന നിലപാടിലേക്ക് നയിച്ചതും ശ്രീലേഖയെ പ്രതിയാക്കിയതും. ഡി ജി പിയുടെ വിമർശനങ്ങളും പോലീസ് നടപടിയും തന്നെ തളർത്തില്ല എന്നുള്ള ശ്രീലേഖയുടെ നിലപാട് മുമ്പിൽ വയ്ക്കുമ്പോഴും സർവീസിലിരുന്നപ്പോഴും തെറ്റായ പ്രവണതകളെ താൻ ഇതേ ഭാഷയിൽ നേരിട്ടിട്ടുണ്ട് എന്നും അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവർക്ക് മാത്രമേ ഇപ്പോൾ പൊള്ളുകയുള്ളൂ എന്നും ശ്രീലേഖ തിരിച്ചടിച്ചു പറയുന്നുണ്ട്. പക്ഷേ ശ്രീലേഖ മേഡം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സർവീസിലിരുന്നപ്പോൾ ഒരിക്കലും പോലീസിനെ പോടാ പുല്ലേ പോലീസ് എന്തായിരുന്നാലും അത്തരത്തിലൊരു മുദ്രാവാക്യം നിങ്ങൾ വിളിച്ചു കാണില്ല. ഇന്ന് നിങ്ങൾ കാവിപ്പടയോടൊപ്പം ചേർന്നപ്പോൾ അല്ലെങ്കിൽ BJPയോടൊപ്പം ചേർന്ന അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താമെന്നുള്ള വ്യാമോഹത്താൽ നിങ്ങൾ ഇന്ന് വിളിച്ചു കൂട്ടുന്ന ഈ മുദ്രാവാക്യങ്ങൾ നിങ്ങൾക്ക് തന്നെ പണിയാവുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും നിങ്ങൾ വിളിച്ചു കൂട്ടിയ ഈ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ചവർ BJPക്കാരായിരിക്കാം, നാളെ ആ അണികളായി തന്നെ തുടരുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ പെൻഷൻ വാങ്ങുന്നത് ഈ സർക്കാരിന്റെ പെൻഷനാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഭരിച്ചിരുന്നത് DGP പദവിയായിരുന്നു എന്നും നിങ്ങൾ അലങ്കരിച്ചിരുന്നത് അത്തരത്തിൽ ഉന്നതമായൊരു സ്ഥാനമായിരുന്നു എന്നും മറന്നു പോകരുത്. അത്തരത്തിൽ മറന്നിട്ട് പോലീസിന് വീണ്ടും പോടാ പുല്ലേ പോലീസ് എന്ന് വിളിക്കേണ്ടി വരുന്ന ഗതികേട് നിങ്ങൾ BJPക്കാരി ആയതുകൊണ്ടാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്.